നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബോബി ചെമ്മണ്ണൂരിന് എന്തൊക്കെ മോഹങ്ങളായിരുന്നു. ഇന്ന് കോയമ്പത്തൂരിലെത്തി അന്ന് ഹണി റോസിനെ കറക്കിയതുപോലെ ഹൻസികയെ ഒന്ന് കറക്കണം. സ്റ്റേജിൽ നല്ല വീര ഇതിഹാസമായി നിന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ഷോറൂം ഉദ്ഘാടനം ചെയ്യണം. ബോച്ചെ എന്ന പേര് അങ്ങനെ തമിഴ്നാട്ടിലും കേൾപ്പിക്കണം. വിധി അതിനെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് 2 ദിവസം മുമ്പ് നമ്മുടെ ഹണി റോസ് വെടിപൊട്ടിച്ചത്. ഇന്നലെ പരാതിയുമായി പോലീസിനെ സമീപിച്ചതും ഹണി റോസ് പരാതിയുമായി പോലീസിനെ സമീപിച്ചപ്പോഴും അതിൻ്റെ പിന്നാലെ ഹണി റോസ് ശക്തമായി കരുക്കൾ നീക്കിയപ്പോഴും ബോബി ചെമ്മണ്ണൂരിൻ്റെ പണത്തിൻ്റെ ഹുങ്ക്. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായി ഇന്നലെ വയനാട്ടിലേക്ക് ആദ്യം മുങ്ങി. അവിടെ നിന്ന് വെളുപ്പാങ്കാലത്ത് കടന്ന് അങ്ങ് കോയമ്പത്തൂരിൽ ഉദ്ഘാടന മാമാങ്കം നടത്തി സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒന്ന് തിളങ്ങി എങ്ങോട്ടെങ്കിലും മുങ്ങാമെന്നായിരുന്നു ബോബി കണക്കുകൂട്ടിയത്. എന്നാൽ കേരള പോലീസ് മാസ് ഓപ്പറേഷനിലൂടെയെല്ലാം അടപടലം പൊളിച്ചു. പണത്തിനു മീതെ കേരള പോലീസ് പറക്കുമെന്ന് കേരളത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്ത സംഭവം. അതുകൊണ്ട് തന്നെ പോലീസിന് വലിയ കയ്യടിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നൽകുന്നത്. ഒപ്പം ചില വിമർശനങ്ങളും അവർ ഉയർത്തുന്നുണ്ട്. ഈ ശുഷ്കാന്തി എന്തുകൊണ്ട് നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിൽ കേരള പോലീസ് കാട്ടിയില്ല? വൻ ജുവല്ലറി ശൃംഖല ഉടമയാണ് ബോബി ചെമ്മണ്ണൂർ. വ്യവസായിയായ ബോബി ചെമ്മണ്ണൂരിൻ്റെ പിടി മുഴുവൻ സമൂഹ മാധ്യമങ്ങളിൽ. അതുകൊണ്ട് തന്നെ ബോബിയെ പിടികൂടാൻ കേരള പോലീസിന് മുട്ടുപിറക്കുമെന്നാണ് ബോച്ചെ കരുതിയത്. ഉന്നത രാഷ്ട്രീയ നേതൃത്വങ്ങളിലൊക്കെ വലിയ പിടിപാട്. ബോബി ചെമ്മണ്ണൂരിൻ്റെ അടുക്കലെത്താൻ അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും എളുപ്പം ശ്രമിക്കുമെന്ന് ബോച്ചെ കരുതി കാണില്ല. കുറ്റവാളികൾ ആരായാലും അവരുടെ മടയിൽ പോയി പൊക്കണം. അതാണ് മനോജ് എബ്രഹാമിൻ്റെ ശൈലി. മനോജ് എബ്രഹാം എന്ന പോലീസ് ഉദ്യോഗസ്ഥനുമായി ഹണി റോസ് നടത്തിയ കൂടിക്കാഴ്ച. തുടർന്നങ്ങോട്ട് കേരള പോലീസ് നടത്തിയത് അതിനിർണായകമായ നീക്കം. സോഷ്യൽ മീഡിയകളിൽ ആറാടി എന്തും ചെയ്യാമെന്ന അഹങ്കാരമായിരുന്നു ഇതുവരെ ബോച്ചയ്ക്ക്. തന്റെ പണത്തിന്റെ ഹുങ്കിൽ കുറെ ആരാധകരെയും ഒപ്പം നിർത്തി. ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായി ഇപ്പോൾ ശരിക്കും പെട്ടിരിക്കുന്ന അവസ്ഥ. ഈ അറസ്റ്റിൽ അയാളുടെ പ്രതിച്ഛായ മാത്രമല്ല തകർന്നു വീഴുന്നത്, മറുവശത്ത് അയാൾ കെട്ടി ഉയർത്തി പൊക്കി വെച്ചിരിക്കുന്ന ഒരു വ്യവസായ ശൃംഖല കൂടിയുണ്ട്. വലിയ തോതിൽ ഡെപ്പോസിറ്റ് സ്വീകരിച്ച് നിക്ഷേപങ്ങളുടെ പിൻബലത്തിലാണ് പല വ്യവസായങ്ങളും അയാൾ കൊണ്ടു നടക്കുന്നത്. ഇന്നലെ രാവിലെ പല അഭിഭാഷകരുമായും ഹണി റോസ് ചർച്ച നടത്തി. ഹണി റോസും അവരുടെ കുടുംബാംഗങ്ങളും കേരളത്തിലെ അറിയപ്പെടുന്ന അഭിഭാഷകരുമായി ടെലിഫോണിലും നേരിട്ടുമൊക്കെ സംസാരിച്ചപ്പോൾ അവർക്കൊരു കാര്യത്തിൽ വ്യക്തത വന്നു. കൃത്യതയോടെ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഒരു പരാതി കൊടുക്കേണ്ടതിൻ്റെ ആവശ്യം. ഉച്ചകഴിഞ്ഞ് അവർ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി ബോബി ചെമ്മണ്ണൂരിനെതിരെ കൃത്യം നിയമവകുപ്പുകൾ ചേർത്ത് ഒരു പരാതി നൽകുന്നു. അതിനുശേഷമാണ് അവർ നടത്തിയ ഏറ്റവും മികച്ച നീക്കങ്ങൾ. പിണറായി വിജയന്റെ ഓഫീസിലേക്ക് വിളിച്ച് എനിക്ക് മുഖ്യമന്ത്രിയെ ഒന്ന് കാണണമെന്ന് ഹണി റോസ് ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രി തിരികെ വിളിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള പരാതി വിവരങ്ങൾ ഹണി റോസ് മുഖ്യമന്ത്രിയെ അറിയിക്കുന്നു. ഇതിൽ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകും എന്ന് കേരള മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. പിന്നാലെ കേരളത്തിന്റെ പോലീസ് മേധാവിയെ ഹണി റോസ് ഫോണിൽ ബന്ധപ്പെടുന്നു. ബോബി ചെമ്മണ്ണൂരിനെതിരെ നൽകിയ പരാതിയുടെ വിവരങ്ങൾ DGP അവർ കൃത്യമായി ധരിപ്പിച്ചു. ഒപ്പം അമ്മ എന്ന സംഘടനയുടെ പരിപൂർണ പിന്തുണ. അതിലപ്പുറം WCCയും മറ്റ് സെലിബ്രിറ്റികളും സാംസ്കാരിക നായകരുമൊക്കെ അവർക്ക് പിന്തുണയുമായി എത്തുന്നു. ഭരണകൂടം തരിച്ചിരുന്നു പോയ മണിക്കൂറുകളാണ് ഇന്നലെ കടന്നുപോയത്. കേസിന്റെ വിവരങ്ങൾ മനസ്സിലാക്കിയതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രഹസ്യാന്വേഷണ പോലീസിന് ഒരു നിർദ്ദേശം നൽകി. ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒരു അടിയന്തര റിപ്പോർട്ടായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിക്കുക. ആ റിപ്പോർട്ട് നടക്കുന്നതായിരുന്നു. ബോബി ചെമ്മണ്ണൂർ നടത്തിയ അധിക്ഷേപങ്ങളുടെ മുഴുവൻ വിവരങ്ങളും അവർ കൃത്യമായി ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. ഇന്ന് രാത്രി ബോബി ചെമ്മണ്ണൂർ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന വിവരം പോലീസ് ആസ്ഥാനത്തും കൃത്യമായി എത്തുന്നു. പിന്നീട് കേരള പോലീസ് ഉണർന്നെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്നലെ വൈകുന്നേരം 7 മണിയോടെ പോലീസിന്റെ പ്രത്യേക സംഘം ബോബി ചെമ്മണ്ണൂരിന്റെ വസതിക്ക് ചുറ്റും ഒരു നിരീക്ഷണം നടത്തി. ബോബി ചെമ്മണ്ണൂർ എങ്ങോട്ടേക്കോ പുറപ്പെടുന്നു എന്ന വിവരം പോലീസ് മനസ്സിലാക്കി. അതിനുശേഷം കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെ അയാൾ നേരെ പോകുന്നത് വയനാട്ടിലുള്ള 1000 ഏക്കർ റിസോർട്ടിലേക്കാണ് എന്ന് പോലീസിന് മനസ്സിലായി. പിന്നീട് കേരളം കേൾക്കുന്നത് അതിനാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് പിടികൂടുന്ന കാഴ്ചകളാണ്. വയനാട്ടിലെ ഫാം ഹൗസിന് മുന്നിൽ വെച്ചാണ് ബോബിയെ എറണാകുളം സെൻട്രൽ പോലീസ് പിടികൂടുന്നത്. ഒളിവിൽ പോകാതിരിക്കാനായി പുലർച്ചെ 4 മണി മുതൽ പോലീസ് സംഘം മപ്തിയിൽ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. ഫാം ഹൗസിന് പുറത്തേക്ക് പോകാൻ ബോബി കാറുമെടുത്തു വരുമ്പോൾ പോലീസ് വാഹനം ആ കാറിന് കുറുകെയിട്ടു. തുടർന്ന് തൊട്ടടുത്തുള്ള AR ക്യാമ്പിലേക്ക് അയാളെ കൊണ്ടുപോയി. ഏകദേശം 1.5 മണിക്കൂറോളം AR ക്യാമ്പിൽ.
ഇതിനിടയിൽ വാഹനമൊന്നു മാറ്റി പോലീസ് ഒരു ബൊലോറോ ജീപ്പിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ കയറ്റിയിരുത്തി. മുൻകൂർ ജാമ്യം തേടാനും അത് ലഭിക്കും വരെ പ്രതി ഒളിവിൽ പോകാനുമുള്ള പഴുതുകൾ പൂർണ്ണമായി അടച്ചുകൊണ്ടായിരുന്നു കേരള പോലീസിന്റെ ഈ മിന്നൽ നീക്കം. ADGP മനോജ് എബ്രഹാം, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ തുടങ്ങിയവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്ന് തനിക്ക് പരിപൂർണ പിന്തുണ ലഭിക്കുമെന്ന് ഹണി റോസ് നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു. തൊട്ടപ്പുറത്ത് പോലീസിന്റെ നീക്കം ശക്തമായിരുന്നു. ബോബി ചെമ്മണ്ണൂർ തങ്ങളുടെ കൺമുന്നിൽ തന്നെയുണ്ട് എന്നവർ ഇന്നലെ വൈകുന്നേരം മുതൽ ഉറപ്പിച്ചു. കോയമ്പത്തൂരിലെ ചെമ്മണ്ണൂർ ഷോറൂമിന്റെ ഉദ്ഘാടനം ഇന്ന് ബോബി ചെമ്മണ്ണൂർ കൃത്യമായി പ്ലാൻ ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച ഹൻസികയുടെ ഒരു വീഡിയോ ഇന്നലെ ബോബി ചെമ്മണ്ണൂർ തന്റെ പേജിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതോടെ പോലീസ് കൂടുതൽ ജാഗ്രതയിലായി. ഇന്ന് രാവിലെ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തില്ല എങ്കിൽ അയാൾ ഒളിവിൽ പോകാനും ഒരുപക്ഷെ ജാമ്യത്തിന് ശ്രമിക്കാനുമൊക്കെ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ എറണാകുളം സെൻട്രൽ പോലീസിലെ സംഘം നേരെ വയനാട്ടിലേക്ക് ഇന്നലെ വൈകിട്ട് വയനാട് SP തപോഷ് ബസുമധാരിയുടെ സ്ക്വാഡും ഇവർക്കൊപ്പം ചേർന്നു. എന്നാൽ വയനാട് സ്ക്വാഡിനോട് എന്താണ് തങ്ങളുടെ ദൗത്യമെന്ന് എറണാകുളം സെൻട്രൽ പോലീസ് സംഘം പറഞ്ഞിരുന്നില്ല. ജാമ്യമില്ല വകുപ്പ് പ്രകാരം ബോബിക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയായിരുന്നു പോലീസിന്റെ മിന്നൽ നീക്കം. ഒളിവിൽ പോകുന്നതിനും മുൻകൂർ ജാമ്യത്തിനുമുള്ള നീക്കമാണ് ബോബി ചെമ്മണ്ണൂർ നടത്തിയതും പോലീസ് ഒടുവിൽ പൊളിച്ചതും. റിസോർട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബിയെ മേപ്പാടിക്കടുത്തുള്ള പുത്തൂർ വയലിലെ AR ക്യാമ്പിലേക്കാണ് ആദ്യം കൊണ്ടുപോയത്. ഒരു സ്വകാര്യ വാഹനത്തിൽ കയറ്റി ബോബിയെ നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. പിന്നീട് ഉച്ചയ്ക്ക് 12 മണിയോടെ നേരെ കൊച്ചിയിലേക്ക്. പോലീസ് വാഹനത്തിലിരുന്ന് പോലീസുകാരോട് തമാശ പറയാൻ ശ്രമിക്കുന്ന ബോബിയെ മാധ്യമപ്രവർത്തകർക്ക് കാണാമായിരുന്നു. എന്നാൽ പോലീസ് അതിലൊന്നും ശ്രദ്ധ കൊടുത്തില്ല. ഒരുപക്ഷെ പോലീസുകാർക്ക് മുന്നിലും ചില ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി ചിരി പടർത്താൻ അയാൾ ശ്രമിച്ചിരിക്കാം. ജാള്യം മറയ്ക്കണമല്ലോ. എന്നാൽ പോലീസ് ബോബിയെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ അയാൾ പൂർണ്ണമായി വിറച്ചിരുന്നുവെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അത്രയധികം ഭയപ്പെട്ടിരുന്നു. ഒരിക്കലും പോലീസ് എത്തി വയനാട്ടിൽ നിന്ന് തന്നെ തൂക്കിയെടുക്കുമെന്ന് ബോബി കരുതിയതേയില്ല. മാധ്യമപ്രവർത്തകർക്ക് ബോബിയുടെ ദൃശ്യങ്ങൾ പകർത്താനുള്ള സാധ്യതകൾ പോലീസ് പരമാവധി അടച്ചുകൊണ്ടിരുന്നു. കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഒന്ന് കൈപൊക്കി വീശിക്കാട്ടാനൊക്കെ ഉള്ള ശ്രമങ്ങൾ ബോബി ചെമ്മണ്ണൂർ നടത്തി. എറണാകുളം സെൻട്രൽ പോലീസ് പുലർച്ചെ 4 മണി മുതൽ ആ റിസോർട്ടിൽ മപ്തിയിൽ ബോബി ഇറങ്ങി വരുന്നതും കാത്തിരുന്നിരുന്നു. തേയിലത്തോട്ടത്തിന് നടുവിലുള്ള ഒരു റോഡിൽ വെച്ചാണ് പോലീസ് സംഘം ബോബിയെ കസ്റ്റഡിയിലെടുത്തത്. ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലായിട്ടും കോയമ്പത്തൂരിലെ ഷോറൂമിന്റെ ഉദ്ഘാടനം നടന്നു എന്നത് മാത്രമാണ് ബോബിക്ക് ആശ്വാസം പകരുന്നത്. ബോബിയുടെ മകളുടെ ഭർത്താവാണ് അവിടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചതും ഉദ്ഘാടനത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തതും. ഹൻസിക എന്ന സിനിമാ നടി അവിടെ ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ ചിലരൊക്കെ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ എന്താണ് ബോബി ചെമ്മണ്ണൂരിന് സംഭവിച്ചത് എന്നതിൽ അവർക്ക് വ്യക്തതയുണ്ടായിരുന്നില്ല. കൊച്ചി പോലീസിന്റെ വാഹനത്തിൽ തന്നെയാണ് പിന്നീട് പ്രതിയെ കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ എല്ലാവിധ ഡിജിറ്റൽ തെളിവുകളും തങ്ങളുടെ പക്കലുണ്ട് എന്ന് എറണാകുളം സെൻട്രൽ പോലീസ് പറയുന്നു. പോലീസ് ആസ്ഥാനത്ത് നിന്ന് കേസിന്റെ വിവരങ്ങളും ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകളുടെ കാര്യങ്ങളുമൊക്കെ കൃത്യമായി ക്രോഡീകരിച്ചു കൊണ്ടിരിക്കുന്നു. കേരള പോലീസിനെ സംബന്ധിച്ച് ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. എറണാകുളം സെൻട്രൽ ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബോബിയെ കസ്റ്റഡിയിലെടുത്തത്. കൊച്ചിയിൽ നിന്നുള്ള ഡാൻസ് ഓഫ് സംഘാംഗങ്ങളെയും ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിനായി ഉപയോഗപ്പെടുത്തി. മേപ്പാടി ചൂരൽമല ഭാഗത്തേക്ക് പോകുന്ന വഴിയിലാണ് ബോബിയുടെ ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു തേയില എസ്റ്റേറ്റ് ആണ്. ഏത് വിവാദങ്ങളും തന്റെ മാർക്കറ്റിംഗിനായി തിരിച്ചുവിടാൻ ശ്രമിക്കുന്ന ബോബി ചെമ്മണ്ണൂരിന് ഇത് കൃത്യമായ ഇരുട്ടടി തന്നെയാണ്. ഹണി റോസിനോട് ഇന്നലെ ചാനലുകളിലൂടെ ഖേദം പ്രകടിപ്പിക്കാനും മാപ്പ് പറയാനുമൊക്കെ ബോബി ശ്രമിച്ചിരുന്നു. ചില മധ്യസ്ഥർ ഇതിനുവേണ്ടി കളത്തിലിറങ്ങുകയും ചെയ്തു. ഭരണകൂടത്തെ സ്വാധീനിക്കാൻ ബോബിയുമായി അടുപ്പമുള്ള ചില സുഹൃത്തുക്കൾ ഇപ്പോൾ തലസ്ഥാനത്ത് കരുക്കൾ നീക്കുന്നു. മികച്ച അഭിഭാഷകരെയും കളത്തിലിറക്കാനുള്ള നീക്കമാണ് ബോബിയുടെ സുഹൃത്തുക്കൾ നടത്തുന്നത്. ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് ഹണി റോസ് എന്ന നടി. അവർക്ക് കൂടുതൽ പിന്തുണയാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നത്. മറുവശത്ത് ആവാസങ്ങളുടെ കൊടുമുടിയിൽ കയറിയിരുന്ന ബോബി ചെമ്മണ്ണൂർ നിലത്തേക്ക് പൊത്തി വീഴുന്ന കാഴ്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.